ഒരു നോട്ട് കണ്ടോ? എക്സസൈസ് 2 ക്വസ്റ്റ്യൻ നമ്പർ 2 മുൻപായിട്ടൊരു നോട്ട് കണ്ടോ? ആ നോട്ടിന്റെ ഇടതുവശത്ത് മാർജിനിലോട്ട് ഇന്നത്തെ ക്ലാസിന്റെ വിശദാംശങ്ങൾ എഴുതിക്കേ. എത്രാമത്തെ ക്ലാസ്? ഇത് മിണ്ടുന്നില്ല. 31ാമത്തെ ക്ലാസ്. ഡേറ്റ് 27/6/2026. സാറ്റർഡേ പ്രസന്റ്. അല്പസമയം എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം നോട്ടിലേക്ക് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാനായിട്ട് ഒരു വാക്ക് ഒന്ന് പരിചയപ്പെടണം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെ പ്രോബ്ലത്തിലായതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കിയിരിക്കാം. ആ വാക്കിതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം? കണക്കിൽ 2 സ്ക്വയർ ഉണ്ട്. 4 സൈഡും 4 ആംഗിളും ഈക്വലായിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗറിന് കണക്കിൽ സ്ക്വയർ എന്ന് പറയും. മലയാളത്തിൽ സമചതുരം എന്ന് പറയും. മറ്റൊരു സ്ക്വയർ ഉണ്ട് മാത്രം. അതേതാണ്? ഒരു നമ്പരിനെ അതേ നമ്പര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് പറയുന്ന പേരാണ് സ്ക്വയർ അഥവാ വർഗം എന്ന് മലയാളത്തിൽ പറയും. എന്താ പറയും? അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ഉത്തരം 1. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 എത്ര? 4. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്കൊക്കെ മാത്രമേ സ്ക്വയർ ഉള്ളെന്ന്. അല്ല. ഡെസിമൽ നമ്പറിന്, ദശാംശ സംഖ്യക്ക് സ്ക്വയർ ഉണ്ട്. ഫ്രാക്ഷന്, ഭിന്നസംഖ്യക്ക് സ്ക്വയർ ഉണ്ട്. 9ാം ക്ലാസ്സിൽ പഠിച്ച ഇറാഷണൽ നമ്പറിന്, അഭിന്നക സംഖ്യക്ക് സ്ക്വയർ ഉണ്ട്. അതെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 1, 2, 3 ഈ നമ്പറുകൾക്ക് എന്തോ പേര് പറയും? നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഓർ എണ്ണൽ സംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും. അവരുടെ സ്ക്വയറുകളെ, അവരുടെ വർഗങ്ങളെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. എന്താ പറയുന്നു? നോട്ടിനകത്ത് നോക്കിക്ക് എന്തോ എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളെ വിളിക്കുന്ന പേരാണ് പൂർണ്ണവർഗങ്ങൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? പൂർണ്ണവർഗങ്ങൾ. ഓൾ സ്റ്റാൻഡപ്പ്. ആ നോട്ട് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2 കണ്ടോ മാളവികയെ? ഒന്ന് വായിച്ചാട്ടാ ചോദ്യം. ഓക്കെ, എന്താണ് മാളവിക ചോദ്യത്തിന്റെ അർത്ഥം? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. അർത്ഥം, ഒരാളിനോട് ഒരു 2 അക്ക സംഖ്യ പറയുവാൻ ആവശ്യപ്പെടും. എന്ത് സംഖ്യയാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും വിഭാസേ എന്തോ അവിടെ തിരക്കിലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഏതൊക്കെ നമ്പറുകൾ പറയാൻ പറ്റും? ടോട്ടൽ പോസിബിലിറ്റീസ്. അയാൾക്ക് ഏതൊക്കെ നമ്പറുകൾ പറയാൻ പറ്റും? നമസ്കാരം. കുട്ടി വായിച്ചോളൂ. എന്താണ്? അപ്പൊ ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ. ടോട്ടൽ പോസിബിലിറ്റീസ് അവിടെ അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് പുള്ളിക്കാൻ അവിടെ ഇരുത്ത്. ഇതൊന്നും നടക്കരുത്, പതുക്കെ പോണം, സമാധാനപൂർവ്വം. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ പറഞ്ഞിട്ട് അയാൾക്ക് എവിടം മുതൽ എവിടം വരെയുള്ള നമ്പർ പറയാൻ പറ്റും? 10 തൊട്ട്. അപ്പൊ 10, 11, 12 എക്സെട്ര എവിടം വരെ? 99 വരെ. എവിടം വരെയാണ്? ഓൾറെഡി നമ്മളൊരു കണക്കിൽ പഠിച്ചിട്ടുണ്ട്. ഈ 10 തൊട്ട് 99 വരെ മൊത്തം എത്ര നമ്പറുണ്ട്? ആർക്കറിയാം? 90 നമ്പറുണ്ട്. എത്ര നമ്പറുണ്ട്?
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം. ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം. ഇനി അയാൾ പറയുന്ന നമ്പർ എന്താകുന്നതിനെ കുറിച്ചാണ് ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അയാൾ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗമാകുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ഇരിക്കാം. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് മലയാളത്തിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയും. ബോർഡിലേക്ക് നോക്കുക. പോസിബിലിറ്റീസ്, സാധ്യതകൾ. ബുക്കൊക്കെ അടച്ചു വെച്ചുകൊണ്ട് നോക്കിയിരിക്കും. 1ന്റെ സ്ക്വയറായ 1 എഴുതാൻ പറ്റുമോ? കാരണം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ആണ്. പിന്നെന്ത് എഴുതാത്ത? അത് 1 ഡിജിറ്റ് നമ്പരാ. നമുക്ക് എങ്ങനെയുള്ള നമ്പരാ വേണ്ടത്? 2 ഡിജിറ്റ് നമ്പർ. 2ന്റെ സ്ക്വയറായ 4 ഇല്ല. 3ന്റെ സ്ക്വയറായ 9 ഇല്ല. 4ന്റെ സ്ക്വയറായ 16 പറ്റും. കാരണം 2 ഡിജിറ്റ് നമ്പർ. 5ന്റെ സ്ക്വയറായ 25 6ന്റെ സ്ക്വയറായ 36 പറ്റുമെങ്കിൽ പറ്റും, പറ്റത്തില്ല 36. 7ന്റെ സ്ക്വയറായ 49, 8ന്റെ സ്ക്വയറായ 64, 9ന്റെ സ്ക്വയറായ 81, 10ന്റെ സ്ക്വയറായ 100. കാരണം അതൊരു 3 ഡിജിറ്റ് നമ്പർ. എന്ത് നമ്പരാണ്? 3 ഡിജിറ്റ്. അപ്പൊ അടുത്തത് നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. നമ്പർ ഓഫ് ഇത് എത്ര നമ്പർ ഉണ്ട് മൊത്തം? 1, 2, 3, 4, 5, 6 നമ്പർ അല്ലയോ? അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം പ്രോബബിലിറ്റി സാധ്യത സമം 6/90. 6/, ഇത് വേണമെങ്കിൽ വെട്ടിയതാ. 6×5 30, ശിഷ്ടം 3, 1 6 3 9. എന്നുവെച്ചർത്ഥം 6ഉം 90 നിങ്ങൾക്ക് നേരിട്ട് വെട്ടാം. 6 1 6, 6 15 90. അപ്പൊ എത്ര കിട്ടും ആൻസർ? 1/50. ഇതിനെ ഡെസിമലോ പെർസെന്റേജോ ആക്കണം? വേണ്ട. കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മാത്രമാണ് എന്തൊക്കെ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡെസിമൽ ദശാംശവും പെർസെന്റേജ് ശതമാനവും ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. എന്തോ അപ്പോ അടുത്തത് എക്സസൈസിൽ എത്ര ചോദ്യമാണ്? 3. അപ്പൊ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ വിഭാസാർന്ന് വായിച്ചാട്ടെ. ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 3 ഡിജിറ്റ് നമ്പർ. എന്തോ വിഭാസയാർത്ഥം? ഒരു 3 ഡിജിറ്റ് നമ്പർ, ഒരു 3 അക്ക സംഖ്യ പറയുവാൻ ആവശ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുമായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ടോട്ടൽ പോസിബിലിറ്റീസ്, ടോട്ടൽ ആകെ സാധ്യതകൾ. എവിടം തൊട്ട് എവിടം വരെ? 100, 101, 102 എക്സെട്രാ എവിടം വരെ? 999. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇവര് മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന്? 900 നമ്പേഴ്സ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം എത്രയാണ്? 900. 900. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ബാക്കി വായിച്ചാട്ടെ. അയാൾ പറയുന്ന ആ 3 ഡിജിറ്റ് നമ്പറിലെ 3 അക്ക സംഖ്യയിലെ 3 അക്കങ്ങളും 3 ഡിജിറ്റുകളും റോഷ്നി ഒരേപോലെ ആകാനുള്ള മാളവികെ സാധ്യത എന്താണ്? അയാൾ പറയുന്ന 3 ഡിജിറ്റ് നമ്പറിലെ 3 അക്ക സംഖ്യയിലെ
മൂന്ന് ഡിജിറ്റുകളും മൂന്നക്കങ്ങളും ഒരുപോലെ ആകാനുള്ള സാധ്യതകൾ എന്താണ്? എല്ലാരും ബുക്കൊക്കെ അടച്ചു ചൂട് നോക്കി ഇരിക്കും. അപ്പൊ ഏതൊക്കെയാണ് അയാൾ പറയുന്ന 3 ഡിജിറ്റ് നമ്പറിലെ മൂന്നക്ക സംഖ്യയിലെ 3 ഡിജിറ്റുകളും മൂന്നക്കങ്ങളും ഒരുപോലെ വരുന്നവരെ ഒന്ന് പറഞ്ഞാട്ടെ. 111, 222, 333, 333, 444, 444, 555, 555, 666, അനുഷ്കെ 666, 777, 777, 888, 888, 990, അതോ 9099? 999, 999. ഇത്രയും എണ്ണത്തിലല്ലേ ആദിത്യൻ ഈ 3 ഡിജിറ്റുകൾ ഒരുപോലെ വരുന്നത്? അല്ലേ യദു കൃഷ്ണൻ? അതെ. ഇത് മൊത്തം എത്ര നമ്പറുണ്ട്? 9 നമ്പർ. എത്ര ഉണ്ട്? അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം 9/900, 9/900. വേണമെങ്കിൽ വെട്ടി എഴുതാം. 919, 9, 100, 900, 900. ആൻസർ ഈസ് 1/100. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. നോക്കിക്ക്. അല്ലയോ? ഇങ്ങനെ നോട്ട് എഴുതിയിരിക്കുന്നേ? ഇങ്ങനെ നോട്ട് എഴുതിയിരിക്കുന്നേ ആണോ? ആണോ? ഓക്കെ. ഓൾ സ്റ്റാൻഡ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാമല്ലോ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ രാഗേന്ദ് ഒന്ന് വായിച്ചേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് the digit in ones place of this number is 0? എല്ലാരും ഫോട്ടോകോപ്പിയും ബുക്കും എല്ലാം അടച്ചു വെച്ച് ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ ഒരാളിനോട് എന്ത് നമ്പരാണ് പറയാൻ ആവശ്യപ്പെട്ടത്? 3 ഡിജിറ്റ് നമ്പർ. അയാൾ പറയുന്ന 3 ഡിജിറ്റ് നമ്പറിലെ ബാക്കി കേൾക്കട്ടെ. വൺസ് പ്ലേസിൽ, ഒറ്റയുടെ സ്ഥാനത്ത്, യൂണിറ്റ് പ്ലേസിൽ എന്ത് വരാനുള്ള സാധ്യത? വരട്ടെ. 0 വരാനുള്ള സാധ്യത. നിങ്ങളുടെ മുമ്പിൽ ഹരിനാരായണൻ, ദേവനാരായണൻ 2 മാർഗങ്ങൾ. എത്ര മാർഗമുണ്ട്? എന്താണ് 2 മാർഗങ്ങൾ? 1, എഴുതാതെ ഇരിക്കുക. 2, അപ്പുറത്തിരിക്കുന്ന ആളുടെ നോക്കി എഴുതുക. ഇതാണ് 2 മാർഗം. അല്ല, ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോ 3 ഡിജിറ്റ് നമ്പറായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം. ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ 100, 100. അയാളുടെ വൺസ് പ്ലേസിൽ, ഒറ്റയുടെ സ്ഥാനത്ത്, യൂണിറ്റ് പ്ലേസിൽ 0 ഇല്ലേ? പിന്നെ 101 മുതൽ 109 വരെ എല്ലാവരും ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ ഉള്ളത്? 110. 110 കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നേ? 100. ഇങ്ങനെ നമ്മൾ എവിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം? 999, 999 വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. സമയം കുറച്ചേറെ എടുക്കുന്ന പണിയാണ്. അങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ ഒരു എളുപ്പമാർഗം, റോഷിനി ഉറക്കം വന്നിട്ടുണ്ടോ കണ്ണി കുത്തുന്നേ? അല്ല, ഒരു എളുപ്പമാർഗം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 3ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ, അതായത് ഞായറാഴ്ചത്തെ ലാസ്റ്റ് കണക്കായിട്ട് പാലിൻഡ്രോമിക് നമ്പർ എല്ലാം കൂടെ എഴുതാതെ എണ്ണം കണ്ടുപിടിക്കാൻ +1 പഠിക്കുന്ന രീതിയിൽ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെന്ന് ഉണ്ട്. ബോർഡിലേക്ക് നോക്കാം. നമ്മളൊരു 3 കോളം വരയ്ക്കും. എത്ര കോളമാണ്? 1, 2, 3. ഈ ഓരോ കോളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പേസിനെ. അതിനെന്താ പറയുന്ന കാര്യം?
പ്ലേസ് വാല്യൂ എന്ന് പറയുന്നു, മലയാളത്തിൽ സ്ഥാനവില എന്ന് പറയും. എന്ത് പറയും? ആ, ഇവിടുത്തെ പ്ലേസ് വാല്യൂ സ്ഥാനവില ഹൺഡ്രഡ്സ്, ഇവിടുത്തെ പ്ലേസ് വാല്യൂ ടെൻസ്, ഇവിടുത്തെ പ്ലേസ് വാല്യൂ വൺസ്. ഒറ്റ, 10, 100. കഴിഞ്ഞ ദിവസം പഠിച്ചറിയാമെങ്കിൽ 2 സ്റ്റെപ്പ് വളരെ വേഗത്തിൽ പറയാം. ഈ 100ന്റെ സ്ഥാനത്തേക്ക് 100ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റിനെ, അക്കത്തിനെ നിങ്ങൾക്ക് എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? 9. അത് ഏതായിരുന്നു 9? 1 തൊട്ട് 9 വരെയുള്ള അടുത്തനിൽ ഏത് ഡിജിറ്റിനും കേറി എവിടെ ഇരിക്കാം? എവിടെ ഇരിക്കാം? 100ന്റെ പ്ലേസിൽ ഇരിക്കാം രാഗേന്ദു, കേട്ടോ. ഇനി നമ്മൾ 10th പ്ലേസിലോട്ട് പോവുകയാണ്, കേട്ടോ അശ്വതി. ഏത് പ്ലേസിലോട്ട് പോവാണ്? 10th പ്ലേസ്. ഈ 10th പ്ലേസിലോട്ടുള്ള ഡിജിറ്റിനെ, അക്കത്തിനെ നമുക്ക് എത്ര വിധത്തിലെടുക്കാം? 10. അതെങ്ങനെ 10 ആയത്? 100ന്റെ പ്ലേസിലേക്ക് എടുക്കാതിരുന്ന 0യും കൂടി എവിടെ പരിഗണിക്കാം? 10ന്റെ പ്ലേസിലേക്ക്. എവിടെ പരിഗണിക്കാം? 10ന്റെ പ്ലേസിലോട്ട്. അപ്പൊ അവിടെ എത്ര വിധത്തിൽ പറ്റും? 10. ഇനി ആവേശം മൂത്ത് ഉത്തരം പറയുന്നത് വളരെ ആലോചിച്ച് ഉത്തരം പറയും. ഇനി നമുക്ക് ആദ്യത്തേനിൽ ഫോട്ടോ കോപ്പി അടക്കമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പുസ്തകത്തിനകത്തോട്ട് നോക്കാം. വൺസ് പ്ലേസിലേക്കുള്ള ഡിജിറ്റ് അല്ലേ വേണ്ടത്? അത് എത്ര വിധത്തിൽ പറ്റും? ഒരു വിധത്തിൽ, 10 വിധത്തിലല്ലേ? അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, വൺസ് പ്ലേസിൽ, ഒറ്റയുടെ സ്ഥാനത്ത്, യൂണിറ്റ് പ്ലേസിൽ ആരേ വരാവൂ എന്ന്. 0. അപ്പൊ ജിതിൻ മോനെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, ഒറ്റ സാധ്യതയേ ഉള്ളൂ. ഏതാ? 0. എണ്ണം പറഞ്ഞാൽ ഒരൊറ്റ സാധ്യത. എത്ര സാധ്യത? എത്ര സാധ്യത? അപ്പൊ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 9 × 10 × 1 ഈസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. 100 മുതൽ മഴ പെയ്യോ 999 വരെയുള്ള 999 വരെയുള്ള 3 ഡിജിറ്റ് നമ്പറുകളിൽ, 3 അക്ക സംഖ്യകളിൽ 0യിൽ അവസാനിക്കുന്ന, 0ത്തിൽ അവസാനിക്കുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? എത്ര 3 അക്ക സംഖ്യയുണ്ട്? 90 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? വീട്ടിൽ പോയിട്ട് നോക്കണം ശരിയാണോന്ന്. ഒന്നുകിൽ എഴുതി നോക്കുക, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോടോ ജെമിനിയോടോ ചോദിക്കാം. 100 വൺസ് പ്ലേസിൽ 0യിൽ വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? അപ്പോൾ അരോഷ എത്ര എന്ന് കിട്ടും നമുക്ക് ആൻസർ? 90 എന്ന് കിട്ടും. എത്ര എണ്ണം കിട്ടും? 90. അപ്പൊ പ്രോബബിലിറ്റി, സാധ്യത സമം പോരട്ടെ, 90 ഡിവൈഡഡ് ബൈ 900. ഓരോ 0 വീതം വെട്ടിക്കളഞ്ഞു. 9ഉം 90ഉം എത്ര കൊണ്ട് വെട്ടാം? എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ടും. 9 കൊണ്ട്. 9 1 9, 9 10 90. സോ ദി ആൻസർ ഈസ് 1/2. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഉണ്ടെന്നില്ല, ദിസ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈ നമ്പർ ഏത് നമ്പർ? ഇവിടെ ചോദ്യം എങ്ങനെയാ തുടങ്ങിയത്? ഒരാളിനോട് ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞോണ്ടല്ലേ ചോദ്യം തുടങ്ങിയത്. അയാൾ പറയുന്ന 3 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കുന്നു. 3 ഡിജിറ്റ് നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ, 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത്? എല്ലാരും ബുക്കടച്ചു നോക്കും, ബോർഡിലേക്ക് നോക്കി. നമ്മൾ അടുത്ത കാലത്ത് കംപ്ലീറ്റ് ചെയ്തൊരു ചാപ്റ്ററിന്റെ പേരാണ്, വ്യാഴാഴ്ച ടെസ്റ്റ് പേപ്പർ എഴുതിയൊരു ചാപ്റ്ററിന്റെ പേരാണ്, പടം ഇരിക്കൂ, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ്. ആ പാഠത്തിൽ ആകെ 2 എക്സസൈസേ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 9ന്റെ മൾട്ടിപ്പിൾസ് ആയ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സമ്മ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഓർമ്മയുണ്ടോ?
ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ, എന്നൊക്കെ പ്രായമുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് ഓർക്കാൻ അങ്ങനെ കണക്കുണ്ട്. അവിടെ നമ്മൾ എങ്ങനായിരുന്നു ഈ 3 ഡിജിറ്റ് നമ്പറിന്റെ കൂട്ടത്തിൽ നിന്ന് 9ന്റെ മൾട്ടിപ്പിൾസിനെ കണ്ടുപിടിക്കാൻ എന്തോ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തന്നെ. എന്തുവായിരുന്നു? ആ ഡിജിറ്റിനകത്തിൽ അല്ലെങ്കിൽ ആ നമ്പറിനകത്തിലെ സം ഓഫ് ദ ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ആ തുകയെ 9 കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ ആ നമ്പറിനെയും എത്ര കൊണ്ട് ഹരിക്കാം? 9 കൊണ്ട് ഹരിക്കാം. ഇതേ ടെക്നിക്ക് തന്നെയാണ് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? 3ന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? 3ന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ 3 അക്ക സംഖ്യ ഏതാണ്? 100. ഇത് ഒരു 3 ഡിജിറ്റ് നമ്പർ. ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നറിയാനുള്ള മാർഗം എന്താണ്? 1 + 0 + 0 ഈസ് ഈക്വൽ ടു ഈ 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ബാലിച്ചേട്ടാ? ഒരിക്കലും പറ്റില്ല. പറ്റോ? പറ്റത്തില്ല. അങ്ങനെയാണ് കേട്ടോ, പറ്റത്തില്ല. 1നെ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോ 100നെയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അരോഷയ്ക്ക് എന്തോ അസ്വസ്ഥത ഇല്ല. അടുത്ത നമ്പർ എത്ര? അടുത്ത നമ്പർ എത്ര? 101. 101നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലായി? 1ഉം 0ഉം 1ഉം കൂടെ കൂട്ടണം. എത്ര കിട്ടും? 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ 101നെയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റില്ല? അന്നെ വേണ്ടതില്ലേ? എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അടുത്ത നമ്പർ 102. പറഞ്ഞാട്ടെ, 1ഉം 0ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ 102. അപ്പൊ 102 നമ്മുടെ ആദ്യത്തെ 3ന്റെ മൾട്ടിപ്പിളായ 3 ഡിജിറ്റ് നമ്പർ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കുക. അങ്ങനാണെങ്കിൽ അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ ഉപയോഗിച്ചൊരു കുറുക്കു വഴിയുണ്ട്. എന്തുവായിരുന്നു? ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ, ഏതിന്റെ ഗുണനപ്പട്ടികയാണോ എഴുതുന്നത്, ആ നമ്പര് കൂട്ടി എഴുതിയാൽ മതി. കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ പറഞ്ഞാട്ടെ, 102 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 100. അടുത്തത് 108 എക്സെട്ര. ഇനി അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ എത്ര? 999. 919. അയാളെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്ങനെ? 9 + 9 + 9. 9 9 18 9 26 27. 27നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനാണെങ്കിൽ 999നെയും 999നെയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? ഈ 3ന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി നമുക്ക് അടുത്തായിട്ട് എന്തോ അറിയേണ്ടത്? ഇവരെത്ര പേരുണ്ടെന്ന് അറിയണം. ഇവരെത്ര പേരുണ്ടെന്ന് അതിന് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഈ 102, 105, 108 എക്സെട്ര 999 എന്ന് പോകുന്ന സീക്വൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തോ പ്രത്യേകത? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആണോ? അല്ല. പിന്നെ ജിതിൻ മോൻ പറയുന്നു. പറഞ്ഞാട്ടെ. ഒരേ സംഖ്യ കൂട്ടിയാണ് ഈ സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. ഏത് സംഖ്യ? 3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചില ഇൻഫർമേഷൻസ് ഒക്കെ പറയാൻ പറ്റും. എന്തൊക്കെ പറയാൻ പറ്റും? പറഞ്ഞാട്ടെ. ഇതിന്റെ ഫസ്റ്റ് ടൈം എത്ര? 102. അതിന്റെ ലാസ്റ്റ് ടൈം എത്ര? 999. വേറെ എന്തെങ്കിലും കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇത്രയും ഉണ്ടെങ്കിൽ
ഈ സീക്വൻസിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാട്ടെ. എസ് എന്നും എൻ ഈക്വൽ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ. ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്രയാണ് എക്സ് എൻ? 999 999 മൈനസ് എക്സ് വണ് 102 ബൈ ഡി എത്ര? 3 പ്ലസ് 1. 999 നിന്ന് 102 കുറയ്ക്കണം. 9 നിന്ന് 2 കുറച്ചാൽ 7, 9 നിന്ന് 0 കുറച്ചാൽ 9, 9 നിന്ന് 1 കുറച്ചാൽ 8 ബൈ 3 പ്ലസ് 1. 897നെ 3 കൊണ്ട് ഹരിക്കണം. ഈ 8നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എത്ര പ്രാവശ്യം? 3 2 6. 8ൽ നിന്ന് 6 എടുത്തു. ഇനി ബാക്കി എത്ര ഉണ്ട്? ആ 2 ഇങ്ങോട്ട് ചേർത്ത് വായിക്ക്. 29. 29ൽ 3 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 3 9 27. 3 9. ബാക്കി എത്ര ഉണ്ട്? 2. ആ 2 ഇങ്ങോട്ട് ചേർത്ത് വായിക്ക്. 27. 3 9. നീ ഇങ്ങനെ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് മാറ്റി 897നെ എത്ര കൊണ്ട് ഹരിക്കുക? 299 പ്ലസ് 1 300. എത്രയാണ്? എത്ര? 300 എന്ന് പറഞ്ഞാൽ 102 105 108 മാളവികയെ ഇങ്ങനെ 999 വരെ ആദിത്യാനിൽ മൊത്തം എത്ര പേരുണ്ട്? മൊത്തം എത്ര പേരുണ്ട്? റോഷ്നി, മൊത്തം എത്ര പേരുണ്ട്? 300 പേരുണ്ട്. എത്ര പേരുണ്ട്? ഇതാണ് ഈ കണക്കിന്റെ ഒരു കുഴപ്പം. കണ്ടോ, പ്രോബബിലിറ്റിക്കകത്തിൽ ഒരു കണക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആവശ്യമുണ്ട്. 3ന്റെ 9ന്റെ ഒക്കെ ഡിവിസിബിലിറ്റി 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ അറിയാവുന്നവർക്ക് പരീക്ഷയ്ക്ക് എന്തെഴുതാൻ പറ്റൂ? അപ്നർ സാർ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഇനി പ്രോബബിലിറ്റി പറയാമോ? സാധ്യത പറയാമോ? പറഞ്ഞാട്ടെ. 300 ഡിവൈഡഡ് ബൈ 900 2 0 വീതം വെട്ടിപ്പോയി. 3 9 കൂടെ എത്ര കൊണ്ട് വെട്ടാം? 3 ഉണ്ട്. 3 1 3 3 9. സോ ദി ആൻസർ ഈസ് 1/3. ആൻസർ ഈസ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ച് ഫോട്ടോ കോപ്പി ഒക്കെ മാറ്റി വെച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഫോട്ടോ കോപ്പി പുസ്തകത്തിൽ വെച്ച് പുസ്തകം അടച്ചു വെച്ച് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇരിക്കും. ചോദ്യം ഇങ്ങനെയാണ് റോഷ്നി. നമുക്ക് ഒരു 4 കാർഡ് തന്നിരിക്കും. എത്ര കാർഡാണ്? 4 കാർഡ്. ഈ 4 കാർഡിൽ ഒരു കാർഡിൽ 1 എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ കാർഡിൽ 2 എന്ന് എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ കാർഡിൽ 3 എന്ന് എഴുതിയിരിക്കുന്നു. നാലാമത്തെ കാർഡിൽ അവരുടെ ചോദ്യം, ഈ കാർഡുകൾ പലതരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് നമ്പർ കിട്ടും? ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടും. എന്ത് നമ്പർ കിട്ടും? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇരിക്കുന്ന 4 കാർഡിലൂടെ ചേർത്ത് വെച്ചാൽ 1234 ഒരു 4 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇതുപോലെ ആ കാർഡുകളുടെ പൊസിഷൻ, സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും അടച്ചോക്കതല്ലേ, മാറ്റിയും തിരിച്ചും വെച്ചാൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി പറയുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം എന്തറിയണം? ഈ കാർഡുകൾ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ, എത്ര 4 അക്ക സംഖ്യ ആദിത്യൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആലോചിക്കണം. ഒരു മാർഗം, പേപ്പറിനകത്ത് കാർഡൊക്കെ എഴുതി റെഡിയാക്കി കാർഡ് അങ്ങോട്ട് മാറ്റുന്നു, കാർഡ് ഇങ്ങോട്ട് മാറ്റുന്നു, അതെടുത്ത് അങ്ങോട്ട് വെക്കുന്നു, അതെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, ഇങ്ങനെ മാറ്റി തിരിച്ചുമൊക്കെ വെച്ച് ഉള്ള 4 ഡിജിറ്റ് നമ്പരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണം. അതിനുള്ള സമയം നമുക്ക് പരീക്ഷാ ഹോളിൽ. അപ്പൊ പിന്നെ ഏത് മെത്തേഡ് ചെയ്യും? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 3ാമത്തെ സബ് ക്വസ്റ്റ്യനകത്ത്
പാലിൻഡ്രോമിന്റെ കണക്ക് ചെയ്തതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ സീറോയിൽ അവസാനിക്കുന്ന കണക്ക് ചെയ്തതുപോലെ നമ്മളൊരു ബോക്സ് ഒക്കെ വരച്ച് ഷോർട്ട് കട്ടിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളാണ്ട് ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എഴുതാൻ പോവാ. എന്തെഴുതാൻ പോവാണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി എഴുതാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു 4 കോളം വരയ്ക്കുന്നു. 1 2 3 4 കോളം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 4 കോളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്ലേസ് വാല്യൂ, സ്ഥാനവിലയെ സൂചിപ്പിക്കുന്നു. പറഞ്ഞാട്ടെ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. 2 കണക്ക് ചെയ്തതിന്റെ ഒരു ആവേശമൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഈ 1000ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റിനെ, അക്കത്തിനെ നിങ്ങൾക്ക് എത്ര വിധത്തിൽ സെലക്ട് ചെയ്യും? എത്ര? 9 വിധത്തിൽ. എത്ര വിധത്തിലാണ്? കേട്ടോ, ജിതിൻ മാത്രമേ ഉള്ളൂ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നത്. എത്ര വിധത്തിലാണ്? 4 വിധത്തിൽ. അതെങ്ങനെ ജിതിൻ പറഞ്ഞ 9 ചുരുങ്ങി 4 ആയത്? നിങ്ങളുടെ കൈവശം 1 2 3 4 എന്നിങ്ങനെ നമ്പറുകൾ എഴുതിയ 4 കാർഡല്ലേ ഇരിപ്പുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കാർഡിനല്ലേ അവിടെ കയറിയിരിക്കാൻ പറ്റൂ. അപ്പൊ എത്ര വിധത്തിൽ പറ്റും? 4 വിധത്തിൽ. എത്ര വിധത്തിലാണ്? ആലോചിച്ചോട്ട് ഉത്തരം പറയുക. അപ്പൊ 100ന്റെ പ്ലേസിലേക്കുള്ളതോ എത്ര വിധത്തിലാ? അതെങ്ങനെ 1 കുറഞ്ഞ് 3 ആയത്? ഈ 4 പേരിൽ ഏതെങ്കിലും ഒരു കാർഡ് എടുത്ത് നിങ്ങൾ എവിടോട്ട് വെക്കും? 1000ന്റെ പ്ലേസിലോട്ട്, 1000ന്റെ സ്ഥാനത്തോട്ട് വെക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര കാർഡ് മിച്ചമുണ്ട്? 3. അതിലൊരാളെ എടുത്തല്ലേ എവിടോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി 10ന്റെ പ്ലേസിലേക്കുള്ള കാർഡ് എത്ര വിധത്തിൽ പറ്റും? 2. അതെങ്ങനെ 2 ആയേ? മൊത്തമുള്ള 4 കാർഡിൽ ഒരാൾ 1000ൽ കയറിയിരുന്നു, ഒരാൾ 100ൽ കയറിയിരുന്നു. ഇനി എത്ര കാർഡ് ഉണ്ട് മിച്ചം? 2. ആ 2ൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ അവിടെ കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി വൺസ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്തോട്ടുള്ള കാർഡോ എത്ര വിധത്തിൽ? അതെങ്ങനെ ഒരു വിധമായത്? മൊത്തം 4 കാർഡ്, ഒരാൾ 1000ൽ പോയി, ഒരാൾ 100ൽ പോയി, ഒരാൾ 10ൽ പോയി. ഒറ്റ കാർഡല്ലേ മിച്ചമുള്ളൂ. അപ്പൊ ടോട്ടൽ പോസിബിലിറ്റി കണ്ടുപിടിക്കാൻ, അല്ല ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 × 2 × 1. 4 × 3 7. അടിപൊളിയായിട്ടുണ്ട്. 4 × 3 12. 12 × 2 24 × 1. അപ്പോൾ 1 2 3 4 എന്നിങ്ങനെ 4 കാർഡുകൾ പൊസിഷൻ, സ്ഥാനം മാറ്റി വെച്ച് നമുക്ക് മൊത്തം എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? 24 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. ഇനി എല്ലാവരും നോട്ട് എടുത്താട്ടെ. 4 ബോക്സ് കണ്ടോ? 4 ബോക്സ് കണ്ടോ? വായിച്ചാട്ടെ. The 1000's place can be filled in, മിണ്ടുന്നില്ല, 4 different ways. അടുത്തത് the 100's place can be filled in 3 different ways. അടുത്തത് the 10's place can be filled in 2 different കൂടെ ചേർക്കാം, 2 different ways. അടുത്തേ the 1's place can be filled in 1 way. Total number of possibilities equal 4 × 3 × 2 × 1 is equal to 24. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചാട്ടെ. മഹാത്മാഗാന്ധി വായിക്കാൻ പറഞ്ഞപ്പോ വായിത്തോന്ന് ചോദ്യമൊക്കെയാണ് ഒറ്റ വായിക്കുന്നേ. വായിക്കാൻ പറഞ്ഞ ചോദ്യം വേണ്ട വായിക്കാൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്
ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000. എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കും. അപ്പൊ നമ്മള് ഈ കാർഡുകൾ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് മൊത്തം എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു? 24 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആദ്യം നമ്മളൊരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. ആ നമ്പർ 4000-നേക്കാൾ 4000-നേക്കാൾ മിണ്ടുന്നില്ല വലുതാകാനുള്ള സാധ്യത എന്ത്? എത്രനേക്കാൾ വലുത്? 4000-നേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്ത്? നമ്മൾ എല്ലാ നമ്പറോടും എഴുതി വെച്ചിട്ടായിരുന്നെങ്കിൽ അതിനകത്ത് നിന്ന് 4000-നേക്കാൾ വലുതൊക്കെ പെറുക്കെടുത്താൽ മതിയായിരുന്നു. ബുക്കൊക്കെ അടച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. എല്ലാരും ഇവിടെ നോക്കിയിരിക്കണം. നമ്മുടെ ഈ വിഷയം എല്ലാ നമ്പരും ഇല്ലല്ലോ. നമ്മൾ ഇതേ മെത്തേഡിൽ 4000-നേക്കാൾ വലിയ എത്ര നമ്പർ വരുമെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കണം. വീണ്ടും 4 കോളങ്ങൾ വരച്ചേക്കുന്നുണ്ടല്ലോ. 4 കോളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? മിണ്ടുന്നില്ല. അതിന്റെ പ്രൈസ് വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നു? ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണം. നമ്മുടെ കൈവശമുള്ള കാർഡ് ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ശ്രദ്ധിച്ചുത്തരം പറയണം. ഇതിൽ 1 എന്ന് എഴുതിയ കാർഡിന് വേണ്ടി 1000-ന്റെ പ്ലേസിൽ കയറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അങ്ങനെ 1 അവിടെ കയറിയിരുന്നാൽ ആ നമ്പർ വായിച്ചു തുടങ്ങുന്നത് 1000 എന്ന് പറഞ്ഞിട്ടല്ലേ വായിച്ചു തുടങ്ങുന്നത്? അല്ലേ? ആ നമ്പർ എത്രനേക്കാൾ ചെറുതാ? 4000-നേക്കാൾ ചെറുതാ. അപ്പൊ അവിടെ ആർക്ക് വരാൻ പറ്റത്തില്ല? 1-ന് വരാൻ പറ്റത്തില്ല. 2-ന് വരാൻ പറ്റുമോ? കാരണം 2 വന്നാൽ അത് 2000 എന്ന് പറഞ്ഞുകൊണ്ടാ വായിച്ചു തുടങ്ങുന്നത്. എത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ്? അപ്പൊ ആർക്ക് വരാൻ പറ്റത്തില്ല? 2-ന് വരാൻ പറ്റത്തില്ല. 3-ന് വരാൻ പറ്റുമോ? ഇല്ല. കാരണം 3000 3000 എന്ന് പറഞ്ഞുകൊണ്ടാണ് വായിച്ചു തുടങ്ങുന്നത്. അത് എത്രനേക്കാൾ ചെറുതാണ്? 4000-നേക്കാൾ ചെറുതാണ്. അമീനെ 4 എന്ന് പറയുന്ന നമ്പറിന് വരാൻ പറ്റുമോ? പറ്റും. അയാൾക്കേ പറ്റത്തുള്ളൂ. കാരണം അപ്പോഴേ അനുഷ്കേ നമ്മൾ ആ നമ്പര് 4000 4000 എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങുമോ? ഇത് സാർ കേട്ടോ. അപ്പോ 1000-ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റ് എത്ര വിധത്തിൽ പറ്റും? 4 വിധത്തിൽ. അടിപൊളിയായിട്ടുണ്ട്. ഒരൊറ്റ വിധത്തിൽ. ആർക്കു മാത്രം? അതുകൊണ്ടാണ് ഞാൻ ബോക്സിനകത്ത് ആരെ എഴുതിയത്? 4-ന് എഴുതിയത്. കാരണം അവിടെ ആർക്കു മാത്രമേ കയറിയിരിക്കാൻ പറ്റൂ? 4-ന് മാത്രം. ആർക്കു മാത്രം? എത്ര വിധം? ഒരു വിധം. അത് ഈ ഒരു വിധത്തിൽ കയറ്റിയിരുത്തി ആ അർത്ഥത്തിലല്ല. ഒരു വിധം. ഒരൊറ്റ വിധത്തിൽ അവിടെ കയറിയിരിക്കാൻ പറ്റും. വീട്ടിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോ ചോദിക്കത്തില്ല എങ്ങനെയുണ്ട് ചായ? കൊള്ളാം എന്ന് പറഞ്ഞ് കൊള്ളാം. കൊള്ളാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തേത് നല്ലതാണെന്നുള്ള അർത്ഥത്തിൽ, രണ്ടാമത്തേത് ആക്കിയതാണ്. എന്താണ്? നൂതൻ ഭാഷയിൽ പറഞ്ഞാൽ പൂക്കിയാക്കിയതാണ്. പൂക്കി. മുഖ്യമന്ത്രിയുടെ ചിരിയെ വിളിച്ചില്ലേ പൂക്കി ചിരി എന്ന് അറിയത്തില്ല? ഇങ്ങനെ വാക്കിട്ടില്ലേ? പൂക്കി. എന്താണ്? ഇങ്ങനെ നൂതൻ വാക്ക് കേട്ടിട്ടില്ലേ? ഒരു വാക്ക് കേട്ടിട്ടില്ലേ? ഇതിന്റെ അർത്ഥം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബോർഡിലേക്ക് നോക്കൂ. അപ്പോഴേ ഈ 1000-ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റ് അക്കം എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? ഹലോ 1000-ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റ് അക്കം എത്ര വിധത്തിൽ സെലക്ട് ചെയ്യാം? ഒരു വിധത്തിൽ. കാരണം അവിടെ ആർക്ക് മാത്രമേ വരാൻ പറ്റൂ? അപ്പോഴേ ആ നമ്പർ എത്രനേക്കാൾ വലുതാകൂ? 4000-നേക്കാൾ വലുതാകും. എല്ലാ അണ്ണന്മാരും അണ്ണിമാരും കൂടെ ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ. ഇനി 100-ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റ് വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. അത് എത്ര വിധത്തിൽ പറ്റും? അതാണ്ട് ഈ ഇവിടെ സാറേ മൂലക്കലത്തെ വീടാ. അവിടെ ചെന്നിട്ട് സാറിനെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ. 100-ന്റെ പ്ലേസിലേക്കുള്ള ഡിജിറ്റ് അക്കം എത്ര വിധത്തിൽ പറ്റും? അതെങ്ങനെ 3 ആയത്? 1 2 3 4.
ഈ 4 കാർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതിലെ 4 എവിടെ കൊണ്ടുവന്ന് വെച്ചു? നമ്മള് 1000-ൽ വെച്ചു. ഇനി എത്ര കാർഡ് മിച്ചമുണ്ട്? 1, 2, 3. ഇതിലെ ആർക്ക് വേണമെങ്കിലും എവിടെ വരാം? 100-ൽ വരാം. ഇനി 10th പ്ലേസ് 2 വിധത്തിൽ. എത്ര വിധത്തിലാണ്? 2 വിധത്തിൽ. എത്ര വിധത്തിലാണ്? 2 വിധത്തിൽ. അപ്പോ വൺസ് പ്ലേസോ? 1 വിധത്തിൽ. അപ്പൊ നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഗുണിച്ചാ പോരായോ? 1 × 3 × 2 × 1 പറഞ്ഞാട്ടെ. 1 × 3 3, 3 × 2 6, 6 × 1 എന്ന് പറഞ്ഞാൽ അല്പം മുമ്പേ നമ്മൾ പറഞ്ഞു മൊത്തം എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? 24. ആ 24 എണ്ണത്തിൽ ഹരിയണ്ണ അതോ ദേവണ്ണനാണ്? അണ്ണൻ അതിലൂടെ ശ്രദ്ധിച്ചിരിക്കുക. മൊത്തം 4 കാർഡാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടുന്ന നമ്പർ എത്രനേക്കാൾ വലുതാകണം? 4000-നേക്കാൾ വലുതാകണം. വലുതാകണമെങ്കിൽ 1-ന് ഇവിടെ കയറി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം 1000 എന്ന് പറഞ്ഞേ തുടങ്ങൂ. അപ്പൊ അത് 4000-നേക്കാൾ ചെറുതാണ്. 2-ന് വരാൻ പറ്റുമോ? ഇല്ല. 3-ന് വരാൻ പറ്റുമോ? പിന്നെ ആർക്കേ വരാൻ പറ്റൂ? 4-ന് മാത്രം. അതാണ് ഇതിനകത്ത് 4 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എത്ര വിധം? 1 വിധം. ഇനി 1000-ന്റെ സ്ഥാനം, 100-ന്റെ സ്ഥാനം, 100-ന്റെ പ്ലേസ്. നമ്മുടെ ഈ മൊത്തം എത്ര കാർഡാ ഉള്ളത്? 4. അതിൽ ആരങ്ങ് പോയി? 4 പോയി. ഇനി എത്ര കാർഡുണ്ട്? ആ 3 എണ്ണത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ഇവിടെ കയറിയിരിക്കാൻ പറ്റൂ? അതാണ് 3. ഇനി ഇവിടെ വന്നപ്പോ അതെങ്ങനെ 2 ആയത്? 4 ഓൾറെഡി കയറിയിരുന്നു കഴിഞ്ഞു. പിന്നുള്ള 3 പേരിൽ ഒരാൾ അവിടെ കയറിയിരുന്നു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര കാർഡ് മിച്ചമുണ്ട്? 2 കാർഡ്. ആ 2-ൽ ഒരാൾക്കല്ലേ ഇവിടെ കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ 1 വന്നത്? മൊത്തമുള്ള 4 എണ്ണത്തിൽ 3 പ്ലേസിൽ ആള് കയറിയിരുന്നു. ഇനി ഒറ്റ കാർഡല്ലേ മിച്ചമുള്ളൂ. അപ്പൊ 1 × 3 × 2 × 1 മൊത്തം എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 24 നമ്പറുകളിൽ 6 നമ്പർ എത്രനേക്കാൾ വലുതാണ്? 4000-നേക്കാൾ വലുതാണ്. എത്രനേക്കാൾ വലുതാണ്? 4000-നേക്കാൾ വലുതാണ്. എത്രനേക്കാൾ വലുതാണ്? അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം 6/24. 6 1 6 6 4 24. പ്രോബബിലിറ്റി എത്ര? അത്രയും പിടി കിട്ടിയോ? എന്താണ് ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ചാട്ടെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 4000? അങ്ങനെ കിട്ടുന്ന നമ്പർ എത്രനേക്കാൾ ചെറുതാകാനുള്ള സാധ്യത? 4000-നേക്കാൾ ചെറുതാകാനുള്ള സാധ്യത. എല്ലായിടത്തും ചോദിച്ചും കൂടെ നോക്കിയിരുന്നേ. അതൊരു സിമ്പിൾ ലോജിക്കാണ്. 1 2 3 4 എന്നീ 4 കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൊത്തം എത്ര 4 ഡിജിറ്റ് നമ്പർ, എത്ര 4 അക്ക സംഖ്യ ഉണ്ടാക്കി? 24 എണ്ണത്തിൽ 6 എണ്ണം 4000-നേക്കാൾ വലുതാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 24 - 6 എത്ര കിട്ടും? ഈ 18 നമ്പറുകൾ 4000-നേക്കാൾ ലോജിക്ക് മനസ്സിലായോ? ഒന്നുകൂടെ മൊത്തം എത്ര 4 ഡിജിറ്റ് നമ്പർ നമ്മൾ ഉണ്ടാക്കി? 24. അതിൽ എത്ര എണ്ണം 4000-നേക്കാൾ വലുതാണ്? 6 എണ്ണം. അപ്പൊ ബാക്കി 18 എണ്ണം 4000-നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം 18 ഇത് 6 കൊണ്ട് വെട്ടണം. പറഞ്ഞാട്ടെ. 6 3 18 6 4 24. ആൻസർ ഈസ് 3/4. ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.